ഞാൻ ഈ 3 ജില്ലകളിൽ പര്യടനം പൂർത്തിയാക്കുമ്പോൾ വളരെ ആശങ്കപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകൻ്റെ വഴിയിലേക്ക് ഞാൻ വഴിമാറുകയാണ്. ഞാൻ ആരെയും പേടിപ്പിക്കാൻ പറയുന്നതല്ല. നിങ്ങൾ മനസ്സിൽ കാണുന്നതിനേക്കാളും ഒരു 300 ഇരട്ടി അപകടം നിറഞ്ഞ വഴിയിലൂടെയാണ് നമ്മുടെ കേരളത്തിലെ കുട്ടികൾ സഞ്ചരിക്കുന്നത്. പ്രിയപ്പെട്ട തിരുമനസ്, ഒരുപാട് നമുക്ക് പരിചയമുള്ള സുഹൃത്തുക്കളല്ലാത്തവരൊക്കെ ഉണ്ട്. നിങ്ങൾ കരുതുന്നത് പോലെ വളരെ നിസ്സാരമായൊരു പ്രശ്നത്തിൻ്റെ പേരിലല്ല നമ്മൾ ഈ യാത്ര തുടങ്ങുമ്പോൾ ഈ പ്രശ്നം വളരെ നിസ്സാരമായിട്ടാണ് ഞാൻ കരുതിയത്. ശരിക്കും നിങ്ങൾ ഈ ബോർഡിലൊക്കെ കണ്ടതൊക്കെ തന്നെ എൻ്റെ പ്രൊഫഷണൽ ജീവിതം 40 കൊല്ലം കടന്നു പോയത് കൊണ്ടാണ് ഇങ്ങനെയൊരു പരിപാടി. ഞാൻ ശരിക്കും ആഘോഷങ്ങളിലൊന്നും വലിയ താല്പര്യം കാണിക്കാത്ത ഒരു മാധ്യമപ്രവർത്തകനാണ്. അപ്പോൾ ചിലപ്പോൾ ഞാൻ മനസ്സ് വെച്ചാൽ മരണമൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ 10, 15, 20 കൊല്ലം കൂടെ ഞാൻ മീഡിയയിലുണ്ടായി എന്ന് വരും. ഒരു 40 കൊല്ലം നമ്മളിപ്പോൾ ഒരു തെങ്ങിന് തടം തുറക്കുന്ന ഒരാൾ, കുന്തല ഇളക്കുന്ന ഒരാൾ 40 കൊല്ലം പൂർത്തിയാക്കുന്ന പോലെ നമ്മളൊരു മീഡിയ കളച്ചു എന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഭാഗ്യവശാൽ ഇതുവരെ ഉരുണ്ട് വീണില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ 40 കൊല്ലം കടക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ എന്തെങ്കിലും ഒരു സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു കാര്യം ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി, വളരെ നമ്മുടെ വാർത്താമുറിയിൽ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് വാർത്തകൾ ഇങ്ങനെ കിട്ടാറുണ്ട്. അപ്പോൾ ഈ വാർത്താമുറികളിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, ഒരു ദിവസം രാവിലെ നിങ്ങൾക്കറിയുന്ന പോലെ രാവിലെ 24 വരുന്ന മോർണിംഗ് ഷോ ഞാൻ 7 മണിക്കാണ് എല്ലാ ദിവസവും ചെയ്യുന്നത്. ഈ 7 മണിക്ക് ഒരു 10 മണിക്കിടയിൽ 3 മണിക്കൂർ ദൈർഘ്യത്തിൽ ചിലപ്പോൾ ഒരു 10-14 കൊലപാതകമൊക്കെ വായിച്ച ദിവസമുണ്ട്. 14ആണ് എൻ്റെ മാക്സിമം സ്കോർ, ചെറിയ സ്കോർ 2ആണ്. അപ്പോൾ റോഡ് അപകടങ്ങളും എല്ലാം കൂടെ ചേർത്ത് ഒരു 10-38 മരണം വായിച്ച് വളരെ ക്ഷീണത്തോടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ പ്രശ്നം ഇന്ന് വരെ ഗൗരവമായി കണ്ടില്ല. ഇത് ഇന്നെൻ്റെ യാത്രയുടെ 6ാം ദിവസമാണ്. അപ്പോൾ ഞാൻ ഈ യാത്ര തുടങ്ങിയ സമയത്ത് എൻ്റെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിരിക്കും. പല സ്കൂളുകളിലും 1-2 കുട്ടികൾ ചിലപ്പോൾ ഇതിൽ ഉൾപ്പെട്ട് പോയിട്ടുണ്ടാകും. പക്ഷേ ഈ തിരുവല്ലയിലെ ജനങ്ങളെ സാക്ഷിയാക്കി ഞാനൊരു കാര്യം പറയാം. ഈ സമൂഹം ഇപ്പോൾ ഇത് അഡ്രസ്സ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ കനത്ത വില ഇതിന് കൊടുക്കേണ്ടി വരും. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വളരെ ആഴത്തിൽ വേരോടിയ ഒരു വിപത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ പല പള്ളിക്കൂടങ്ങളിലും ചില സ്കൂളുകളൊക്കെ ഇത് തുറന്നു പറയാത്തത് ഈ സ്കൂളിൻ്റെ റെപ്യൂട്ടേഷൻ പോകുമോ, അങ്ങനെ ചില കാരണങ്ങൾ കൊണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ ധൈര്യം അവലംബിക്കേണ്ട ഒരു സമയമാണ്. കാര്യം കുട്ടികളല്ല ഇതിലെ പ്രതികൾ. കുട്ടികൾക്ക് ഈ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ്. സാധാരണ നമ്മളൊരു കള്ള് ഷാപ്പിൽ പോയി കള്ള് കുടിക്കുന്നതും ഈ രാസലഹരി, സിന്തറ്റിക് ലഹരികൾ ഉപയോഗിക്കുന്നതും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ രാസലഹരി എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിലേക്ക് കടന്നു കയറിയാൽ വളരെ പെട്ടെന്ന് 2, 3, 4 ദിവസങ്ങൾ കൊണ്ട് അതിന് അഡിക്ഷൻ ഉണ്ടാകും. അഡിക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കൽ ഇതിൽ പെട്ടുപോയാൽ പിന്നെ ഒരു മാനസികമായ സമതല തെറ്റിയതുപോലെ ഒരു സൈക്കിക് പ്രശ്നമുള്ള ഒരാളിനെ പോലെയായിരിക്കും ആളുകൾ പെരുമാറുക. നമ്മൾ ഏറ്റവും ആശങ്കപ്പെടുന്ന കാര്യം, 1-2 കുട്ടികളുള്ളൊരു വീട്ടിൽ 5ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ സ്കൂൾ പോകുമ്പോൾ വരാന്തയിലും സ്കൂളിൻ്റെ റോഡിലും ഒക്കെ നിന്ന് ആളുകൾ ഈ കുട്ടികൾക്ക് ചില മിഠായി കൊടുക്കുക, മിഠായിൽ ലഹരി ഉൾപ്പെടുത്തുക, പിന്നീട് അത് രാസലഹരിയിലേക്ക് മാറുക, കുട്ടികൾ അവസാനം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ പെരുമാറുക. എത്ര പ്രതീക്ഷയോടെയാണ് രക്ഷകർത്താക്കൾ ഇതിൽ ആശങ്കപ്പെട്ടിരിക്കുന്നത്. ഈ അമ്മമാരുടെ ആളലൊന്നും നമുക്ക് താങ്ങാൻ കഴിയില്ല. കേരളത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, MDMA പോലെ മാരകമായ ഒരു ലഹരിയുടെ പിൻബലമില്ലെങ്കിൽ പെറ്റമ്മയുടെ നേരെ നെഞ്ചിൽ കത്തി കുത്തി ഇറക്കാനൊന്നും മലയാളി തയ്യാറാകില്ല. മലയാളി ജനസമൂഹം എന്ന് പറഞ്ഞാൽ ഈ വളരെ ശക്തമായ കുടുംബ ബന്ധങ്ങളുള്ള, ദാർഢ്യമുള്ള കുടുംബങ്ങളെ സ്നേഹിക്കുന്ന ആളുകളായിരുന്നു. എന്നാൽ ഇന്ന് ഈ മക്കൾക്ക് മനസ്സിലാകുന്നില്ല അച്ഛൻ ആരാണ്, അപ്പച്ചൻ ആരാണ്, അപ്പച്ചൻ്റെ ദേഹത്ത് കത്തി കുത്തിയിറക്കാൻ പാടില്ല. ചില അമ്മമാരൊക്കെ നമ്മോട് പറയുന്ന ഒരു കാര്യം നമ്മൾ അന്വേഷിക്കുമ്പോൾ, ഒരു മകൻ വീട്ടിന് പുറത്തിറങ്ങിപ്പോയി രാത്രിയിൽ മടങ്ങി വരുമ്പോൾ അവൻ വാതിൽ മുട്ടുമ്പോൾ അവൻ്റെ വാതിൽ തുറക്കാൻ പേടിയാണ് അമ്മമാർക്ക്. കാരണം അവൻ കൊലക്കത്തിയുമായിട്ടാണോ വരുന്നത്, അവൻ മറ്റെന്തെങ്കിലും കയറി ചെയ്തു കളയുമോ എന്നൊക്കെ പേടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാനിന്ന് വളരെ നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു ആശങ്കയുണ്ട്. ഞാൻ സാധാരണ അത്ര ആശങ്കപ്പെട്ടു പോകുന്നൊരു മാധ്യമപ്രവർത്തനമൊന്നുമല്ല. എത്രയോ പ്രതിസന്ധികൾ ഈ 4 പതിറ്റാണ്ടുകൾക്കിടയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. വലിയ പ്രതിസന്ധി, കോവിഡ് പോലെ എത്രയോ പ്രതിസന്ധികളെ മലയാളി കടന്നു പോയിട്ടുണ്ട്. പ്രളയം വന്നു, അപ്പോഴൊക്കെ നമ്മൾ കണ്ടു മലയാളി ഒന്നായി ചേർന്നുകൊണ്ട് ഈ പ്രളയത്തെ അതിജീവിക്കുന്ന നമ്മൾ കണ്ടു. കോവിഡ് കാലം ഏതാണ്ട് 20 മാസക്കാലമാണ് മലയാളി കോവിഡിനോട് അടരാടിയത്. ഒരു രോഗം മുഴുവൻ ഇങ്ങനെ അമേരിക്ക പോലെയുള്ള വലിയ നഗരങ്ങളിലുമൊക്കെ തന്നെ ആളുകൾ മരിച്ചു വീഴുമ്പോൾ ഒരു ജീവൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കി അവർ അടരാടി. നിങ്ങളറിയേണ്ടത്, ഈ 20 മാസക്കാലം 4-5 ദിവസങ്ങൾ ഒഴിച്ച് എല്ലാ ദിവസവും
നമ്മുടെ മലയാളി വീട്ടുകളിൽ ഒരു ധൈര്യം ഉണ്ടാക്കാനും ആത്മവിശ്വാസം ഉണ്ടാക്കാനും മോർണിംഗ് ഷോ നടത്തിയ ഒരാളാണ് ഞാൻ. അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. ഞാൻ പറയാൻ വന്ന കാര്യം, ഈ 4-5 ദിവസം ക്വാറന്റൈനിൽ ഞാൻ വീട്ടിൽ കഴിയേണ്ടി വന്നപ്പോഴും ഞാൻ കോവിഡിനെ കുറിച്ച് സംസാരിച്ചു, ഈ മോർണിംഗ് ഷോ ചെയ്യുകയും ചെയ്തു. സാങ്കേതിക സാധ്യത ഉപയോഗിച്ച് ഞാൻ എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് സ്റ്റുഡിയോയിലേക്ക് ഫൈബർ ഉപയോഗിച്ച് നമ്മൾ സംപ്രേഷണം ചെയ്തു. കാരണം എന്നോട് പല ആളുകളും പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ കോവിഡ് ബാധിച്ച് ക്വാറന്റൈൻ സമയത്തൊക്കെ ഇങ്ങനെ പ്രക്ഷേപണത്തിന് ഇറങ്ങിയാൽ നിങ്ങൾ മരിച്ചു വീണാൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് പത്രത്തിൽ വാർത്ത വരുമെന്നല്ലാതെ മറ്റെന്താ നിങ്ങൾ നേടാൻ പോകുന്നത്? നമ്മൾ ഒരിക്കലേ മരിക്കൂ. ഒരു ഭീരുവാണെങ്കിൽ നമ്മൾ ഒരുപാട് തവണ മരിക്കുമെന്ന് വിവരമുള്ള ആൾക്കാർ പറയുന്നത് പോലെ ഈ കോവിഡ് കാലഘട്ടം എന്ന് പറഞ്ഞാൽ ചരിത്രത്തെ രണ്ടായി മുറിച്ചു മാറ്റുകയാണ്. കോവിഡിന് മുമ്പ്, കോവിഡിന് പിമ്പ്. കോവിഡിന് പിമ്പ് നമ്മൾ മലയാളി ജനസമൂഹം, ലോകത്ത് നമ്മളെപ്പോലെ കുടുംബ ബന്ധങ്ങളെ ആദരിക്കുന്ന, കുടുംബ ബന്ധങ്ങളോട് ഒരു വാത്സല്യമുള്ള ഒരു ജനസമൂഹം വരെ ലോകത്ത് എവിടെയും ഇല്ല. പക്ഷെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ സ്മാർട്ട് ഫോണും അങ്ങനെയുള്ള സൗകര്യങ്ങളും ഒക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ നമ്മളിതെല്ലാം കൈവിട്ടു. നമുക്ക് ശരിക്കും അച്ഛനും മക്കളും ഒന്നും സംസാരിക്കുന്ന വീടുകളല്ല, ഈ വീട്ടിലെ സാഹചര്യവും അതല്ല. കാരണം ഓരോ ആളും ഇപ്പം നമുക്കറിയാം, വാട്സപ്പിൽ കഞ്ഞി കുടിക്കാൻ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന വീടുകളാണ് കൂടുതലും. കാര്യം തൊട്ടടുത്ത മുറിയിലേക്ക് വാട്സപ്പ് സന്ദേശങ്ങൾ പോകുന്നു, അടുക്കളയിൽ നിന്ന് ചായയ്ക്ക് മധുരം ഇടാൻ വാട്സപ്പിൽ പറയുന്നു. നമ്മൾ ടെക്നോളജി കൊണ്ട് അങ്ങേയറ്റം എത്തിയ ആൾക്കാരാണ്, പക്ഷേ മനസ്സുകൊണ്ട് നമ്മൾ ഇങ്ങേയറ്റം പോന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഈ 3 ജില്ലകൾ, ഏതാണ്ട് 14 ജില്ലകളിലൂടെ കടന്നു പോകുന്ന ഒരു യത്നമാണ് നമ്മൾ നടത്തുന്ന ഒരു കേരള പര്യടനം എന്ന് പറയുന്നത്. സാധാരണ കക്ഷി രാഷ്ട്രീയക്കാർ ചെയ്തൊരു പര്യടനം പോലെ അല്ല ഞാനിത് ആഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രിയോട് ഈ പര്യടനം തുടങ്ങിയ ദിവസം തന്നെ ഒരു ലൈവായിട്ടൊരു അഭിമുഖം ഞാൻ സംപ്രേഷണം ചെയ്തു. അന്ന് മുഖ്യമന്ത്രിയോട് ഞാൻ പറഞ്ഞു, ഒരുപക്ഷെ അങ്ങയുടെ കാര്യക്ഷമതയുടെ ഏറ്റവും വലിയ ടെസ്റ്റ് കേസായിട്ട് ഈ ഒരു പ്രശ്നം മാറാൻ പോവുകയാണ് എന്ന് ഞാൻ പറഞ്ഞു. കുറച്ച് താമസിച്ചു പോയി. എന്നിരുന്നാലും കരുത്തുറ്റൊരു പോലീസ് സന്നാഹം നമുക്കുണ്ട്, വലിയൊരു എക്സൈസ് സേന നമുക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ എക്സൈസിൻ്റെയും പോലീസിൻ്റെയും സന്നാഹം കൊണ്ട് നമുക്കിതിനെ നേരിടാൻ കഴിയും. പക്ഷേ അവിടെയും ഒരു വലിയ പ്രശ്നം ഉയർന്നു നിൽക്കുകയാണ്. വലിയൊരു സംഘം കുട്ടികൾ ഈ അഡിക്ഷൻ ആയിട്ടുണ്ട് കേരളത്തിൽ. അപ്പോൾ ഈ 8ലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന അഡിക്ഷനായ കുട്ടികളെ ജീവിതത്തിലേക്ക് നമ്മൾ മടക്കി കൊണ്ടുവരാൻ അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ചെന്നുപെട്ടിരിക്കുന്ന അപകടം നമുക്ക് മനസ്സിലാകുന്നത്. ഞാൻ ഒരു കാര്യം കൂടി ഉറപ്പിച്ച് പറയാം, നമ്മുടെ വീട്ടമ്മമാരും നമ്മുടെ രക്ഷകർത്താക്കളും ഒക്കെ തന്നെ കുട്ടികളെ സ്കൂളിൽ അയച്ചാൽ, കോളേജിലേക്ക് അവർക്ക് അഡ്മിഷൻ വാങ്ങിക്കൊടുത്താൽ പിന്നെ ഒരിക്കൽ പോലും അവർ പള്ളിക്കൂടത്തിൽ പോകാറില്ല. കാരണം ജയിച്ചോ തോറ്റോ എന്നറിയാൻ പോലും ഇപ്പോൾ സ്കൂളിൽ പോകേണ്ട കാര്യമില്ല, കമ്പ്യൂട്ടർ വഴി നമുക്ക് മാർക്ക് ഷീറ്റ് കിട്ടും. ഞാൻ പറയുന്നത് ഇതൊരു ആസുര കാലമാണ്. എന്ത് അപകടവും നമ്മുടെ കുട്ടികൾക്ക് സഞ്ചരിക്കാം. ഞാൻ തമാശയായി പറയാറുണ്ടായിരുന്നു, നമ്മുടെ നാഷണൽ ഹൈവേ വഴി സഞ്ചരിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി എങ്ങോട്ടെങ്കിലും ചെന്ന് തട്ടുകയോ, നമ്മുടെ വണ്ടി കൊണ്ട് ആരെങ്കിലും തട്ടുകയോ ചെയ്താൽ പണ്ടത്തെ പോലെ വലിയ ധൈര്യം അവലംബിച്ച് നോക്കിയാൽ വണ്ടി ഓടിക്കടാ എന്ന് പറഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങരുത്. കാര്യം കൊച്ചു പിച്ചാത്തിയുമായിട്ട് വരുന്നവനായിരിക്കും MDMA തണലിൽ നമ്മളോട് നേരിടുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ശരിക്കും നമ്മുടെ ദേഹത്ത് വണ്ടി കൊണ്ട് തട്ടിയാൽ, നമ്മുടെ വണ്ടിയിൽ തട്ടിയാൽ ഗ്ലാസ് പോലും നിങ്ങൾ താഴ്ത്തരുത്. കാരണം MDMA പുറത്തുണ്ട്. അപ്പം നിങ്ങൾ ഗ്ലാസ്സിലൂടെ നിങ്ങൾ താങ്ക് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ഒരു അപ്പൂപ്പൻ ചെയ്ത പണിയുണ്ട്. അപ്പൂപ്പനെ ഒരു കൊച്ചു പയ്യൻ എടാ തെണ്ടി എന്ന് വിളിച്ചു. അപ്പം 10 രൂപ എടുത്ത് കൈ കൊടുത്തു. അപ്പോൾ ഒരു മുറുക്കാക്കടക്കാരൻ ചോദിച്ചു, എന്ത് പണിയാണ് നിങ്ങൾ കാണിച്ചത്? ആ പയ്യന് ചീത്ത വിളിച്ചതിന് 10 രൂപ കൊടുത്തു. അവൻ 100 രൂപ കിട്ടാൻ വേണ്ടി നല്ല ആൾക്കാരെ ചീത്ത വിളിച്ചോളൂ, അപ്പോൾ അവൻ അടിയും കിട്ടിക്കോളൂ എന്ന് പറഞ്ഞു എന്ന് പറയുന്ന ഒരു മനോഭാവം ഉണ്ടല്ലോ. ആ മനോഭാവം എന്ന് വെച്ചാൽ നമുക്ക് നട റോഡിലൊക്കെ പട്ടാപ്പകലും പാതിരാത്രിയും നമ്മൾ സഞ്ചരിക്കുമ്പോൾ വലിയ അപകടം നമ്മളെ കാത്തിരിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഈ 3 ജില്ലകളിൽ പര്യടനം പൂർത്തിയാക്കുമ്പോൾ വളരെ ആശങ്കപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകൻ്റെ വഴിയിലേക്ക് ഞാൻ വഴിമാറുകയാണ്. ഞാൻ ആരെയും പേടിപ്പിക്കാൻ പറയുന്നതല്ല. നിങ്ങൾ മനസ്സിൽ കാണുന്നതിനേക്കാളും ഒരു 300 ഇരട്ടി അപകടം നിറഞ്ഞ വഴിയിലൂടെയാണ് നമ്മുടെ കേരളത്തിലെ കുട്ടികൾ സഞ്ചരിക്കുന്നത്. ഞാൻ ശാസ്താംകോട്ട DB കോളേജിൻ്റെ മുന്നിൽ ഒരു മുളങ്കാട് കണ്ട് അവിടെ കയറി. നല്ല മനോഹരമായ മുളങ്കാട്, ഒരു പ്രൊഫസർ അവരുടെ ഭാവനയിൽ നിന്നുണ്ടാക്കിയ ഒരു മുളങ്കാടാണ്. നമുക്ക് ദൃശ്യത്തിലൊക്കെ അത് പ്രേക്ഷകരെ കാണിച്ചു കൊടുത്തു. ഞാനതിൻ്റെ ഉള്ളിൽ കടന്ന് ഞാനതിൻ്റെ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നടക്കുമ്പോൾ പിന്നിൽ നിന്നൊരാൾ പറഞ്ഞു, സാറേ വലിയ കഷ്ടമാണ്, ഈ മുളങ്കാട്ടിനകത്ത് രാവിലെ 9 മണിക്ക് ആളുകൾ വന്നു കഴിഞ്ഞാൽ അവർ MDMA ഒക്കെ ഉപയോഗിക്കുന്ന ഇവിടെ നിന്നാണ്, അതിൽ ആൺകുട്ടികളും ഉണ്ട് പെൺകുട്ടികളും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അന്ന് രാവിലെ ഈ വാട്സപ്പിലൂടെ ഒരു സന്ദേശം ശാസ്താംകോട്ടയിൽ പ്രചരിച്ചു, SKN ഇറങ്ങിയിട്ടുണ്ട് മുളങ്കാട്ടിൽ, അതുകൊണ്ട് തൽക്കാലം ഇന്ന് നമ്മളങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞിട്ട് അവർ മാറിക്കളഞ്ഞു. ഇതെല്ലാം വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കറിയാം, കളമശ്ശേരി പോളിടെക്നിക്കൽ കോളേജിൽ എക്സൈസ് റെയ്ഡ് ചെയ്തപ്പോൾ
അവിടെ 2 കിലോ കഞ്ചാവ് പിടിച്ചിട്ടുള്ളെങ്കിലും അത് വിതരണം ചെയ്യുന്ന ശൃംഖലയാണ് ആ കോളേജ് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നത്. നമ്മുടെ കോളേജുകളുടെയൊക്കെ ഹോസ്റ്റലിൻ്റെയൊക്കെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പോൾ കേരളത്തിലെ പോലീസ് സംവിധാനത്തോട് ഇതാരെങ്കിലും നമ്മുടെ യൂട്യൂബ് SKN40 അടിച്ചാൽ നിങ്ങൾക്ക് ഈ ലൈവായിട്ട് പോകുന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ഈ പ്രസംഗം കേൾക്കാൻ കഴിയും. അപ്പോൾ അത് പോലീസുകാരോട് എനിക്ക് പറയാനുള്ളത്, മുഖ്യമന്ത്രി ഒരു കാര്യം അസന്നിഗ്ധമായി എന്നോട് പറഞ്ഞു, ഒരു കക്ഷി രാഷ്ട്രീയക്കാരനും ഈ പോലീസിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടില്ല. ഇക്കാര്യത്തിൽ അവർക്ക് സർവ്വ സ്വാതന്ത്ര്യവും കൊടുത്തിരിക്കുകയാണ്. നമുക്ക് കരുത്തുറ്റ പോലീസ് സംവിധാനമാണ് ഉള്ളത് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ പോലീസ് സേനയിൽ നമുക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഒരു നടപടികൾ ആരംഭിച്ചു. കോഴിക്കോടും എറണാകുളത്തുമൊക്കെ കാര്യമായ റെയ്ഡുകൾ നടക്കുന്നുണ്ട്. ഒരുപാട് കേന്ദ്രങ്ങൾ പിടികൂടിയിട്ടുണ്ട്. ഈ ഉറവിടങ്ങൾ കേരളത്തിൽ മാത്രമല്ല, നിങ്ങൾക്കറിയുന്ന പോലെ കേരളത്തിലുള്ള പല ഏജന്റന്മാരും കർണാടകത്തിലും ആന്ധ്രയിലും ഗുജറാത്തിലും ഒക്കെ പോയിട്ട് ഈ സാധനം കളക്ട് ചെയ്ത് വരികയാണ്. ട്രെയിൻ വഴി, ബസ് വഴി, ഫ്ലൈറ്റ് വഴി, കൊറിയർ വഴി എല്ലാം കേരളത്തിലേക്ക് സാധനം വരികയാണ്. ഈ വെളുത്ത ഈ പഞ്ചസാര തരികൾ ഒരിക്കൽ നമ്മുടെ കുട്ടികളുടെ തലച്ചോറിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, അവൻ്റെ തലച്ചോറ് തല്ലി പൊളിച്ച് MDA പിൻവാങ്ങൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ കുട്ടികൾ വൈകുന്നേരം ജംഗ്ഷനിലേക്കൊക്കെ പോകുന്ന സമയത്ത് എവിടെ പോകുന്നു എന്ന് രഹസ്യമായി നിങ്ങൾ അന്വേഷിക്കണം. കുട്ടികളുടെ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിച്ചു നോക്കണം. സ്കൂളിൽ പോയി ഹെഡ്മിസ്ട്രസിനെ കാണണം. അതുപോലെ ഇത് നമ്മുടെ സ്കൂൾ വരാന്തകൾ ചെറിയ കുട്ടികളെ ഇതിനകത്ത് അപകടത്തിൽ ചാടിക്കാനാണ് ആളുകൾ ശ്രമിക്കുന്നത്. 30 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ 300 രൂപ ലാഭം ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഈ ലഹരി വ്യാപനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ പെട്ടെന്ന് പണക്കാരാക്കാൻ ആർത്തി മൂത്ത് വട്ടായിട്ട് ഇതിൻ്റെ പിന്നാലെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. എന്നോടൊരിക്കൽ ഒരു പോലീസ് ഓഫീസർ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഓഫീസിലുള്ള ആരോ ഒരാൾ MDMA ഉപയോഗിക്കുന്നു എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ നമ്മുടെ ഓഫീസിൽ അങ്ങനെ ആരും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ ഓഫീസിലുള്ളവരെല്ലാം സൽഗുണ സമ്പന്നന്മാരും അരിച്ചിത്തരന്മാരുമാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഇൻ കേസ് എങ്ങാനും നിങ്ങളുടെ ഓഫീസിൽ MDMA ആരെങ്കിലും കൈവശം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാപനം റെയ്ഡ് ചെയ്യാൻ ഞങ്ങൾ മടിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമുക്കൊക്കെ ഒരു മാധ്യമമായതുകൊണ്ട് ശത്രുക്കളുടെ എണ്ണം വളരെ കൂടുതലാണ്. മുമ്പിൽ നിൽക്കുന്ന ശത്രുവാരും മിത്രവാരെന്ന് അറിയാത്തില്ല നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു തവണ എക്സൈസ് നമ്മുടെ ഓഫീസ് റെയ്ഡ് ചെയ്താൽ അത് മതി ആ സ്ഥാപനം അടച്ചുപൂട്ടാൻ. ഇത് തന്നെയാണ് ഒരു സ്കൂളിൻ്റെ അവസ്ഥ. ഒരു സ്കൂളിലെ റെപ്യൂട്ടേഷൻ തകരാനൊക്കെ നിമിഷങ്ങൾ മതി. അതുകൊണ്ട് നിങ്ങളുടെ സ്ഥാപനം നിങ്ങൾക്ക് സംശുദ്ധമായി സൂക്ഷിക്കണമെങ്കിൽ, നിങ്ങൾക്ക് ഭാവി തലമുറയോട് കടപ്പാടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. വിചിത്രമായ സ്വഭാവവിശേഷങ്ങൾ ഉള്ള ഒരാളായിരിക്കും ഈ MDMA കഴിച്ചിട്ട് വരുന്നവൻ. നമ്മുടെ കണ്ണിലേക്കൊന്ന് നോക്കിയാൽ അവൻ കണ്ണെടുക്കും. നമ്മളവനെ തറപ്പിച്ചൊന്ന് നോക്കിയാൽ അവൻ മുഖം മാറ്റും. കാരണം അവന് ആത്മവിശ്വാസമില്ല. കാരണം ഞാനിപ്പോൾ തന്നെ സംസാരിച്ച ഒരു സ്ഥലത്തൊക്കെ എനിക്ക് ചില കുട്ടികളെ കണ്ടപ്പോഴൊക്കെ ചില സംശയങ്ങളൊക്കെ തോന്നാതിരുന്നില്ല. ഞാൻ തിരുവല്ലയിലല്ല ഞാൻ പറയുന്നത്, വേറെ ഒരു സ്ഥലത്ത്. അവിടുത്തെ ചില കുട്ടികളെയൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത പേടിയാകുന്നു. ഇത്ര കൂടുതൽ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ആളുകൾ ഉപയോഗിച്ച് തുടങ്ങി. എപ്പോഴാണ് ഈ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഒരു തലതിരിഞ്ഞ ബുദ്ധി തോന്നിയത്? കാര്യം അവരെ പ്രേരിപ്പിക്കുകയാണ്. മാത്രമല്ല നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, തിരുവനന്തപുരത്തെ കാട്ടാക്കടയിലും പാറശാലയിലും നമ്മൾ പോയപ്പോൾ അവിടെ ഈ എന്ന് പറയുന്നൊരു മിഠായി ഉപയോഗിക്കുന്നതായിട്ട് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ നമ്മോട് പറഞ്ഞു. ഞാൻ ഈ പത്തനംതിട്ട ജില്ലയിലെ ഒരു സ്ഥലത്ത് ചെന്നപ്പം ആ സ്കൂളിലും ഉണ്ട് കൂള്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, കേരളത്തിൽ എത്രമാത്രം ഇതൊക്കെ വേരി പിടിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. നമ്മളൊക്കെ പ്രായം കഴിഞ്ഞവരാണ്, എത്രയോ തലമുറകൾ നമ്മൾ കണ്ടതാണ്, ഒരു 3 തലമുറയ്ക്കൊപ്പം നമ്മൾ ജീവിച്ചവരാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ, ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം നമ്മുടെ വീട്ടുകാർക്കാണ്. കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് വീടുകളിലാണ്. അപ്പോൾ വീടുകളിൽ അവരെന്തൊക്കെ ചെയ്യുന്നു? നമ്മൾ പലപ്പോഴും കോവിഡ് കാലത്ത് സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു കൊടുത്ത് മോൻ കയറിയിരുന്ന് പഠിച്ചോ, കഥവിന് കുറ്റിയും കിട്ടുമെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, കൊറോണ വൈറസ് അപ്പുറത്തെ വീട്ടിൽ ഇരിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ ജനൽ പിടിച്ചും കടച്ചു, നമ്മൾ വാതിലും കടച്ചു. കൊറോണ പിന്നെ ഇങ്ങോട്ട് വരത്തില്ല, അവിടെ ഇരിക്കുകയാണല്ലോ. അപ്പം നമ്മൾ ഒരു മാസ്കും വെച്ച് നമ്മൾ അതിനകത്ത് കയറിയിരുന്നു. ചെറുക്കം മൊത്തം പഠിത്തമാണ് നമ്മൾ തെറ്റിദ്ധരിച്ചു. ഈ സ്മാർട്ട് ഫോൺ വിദേശ നാടുകളിലൊക്കെ ഉപയോഗിച്ചപ്പോൾ ആവശ്യമില്ലാത്ത സൈറ്റുകളെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടാണ് അവർ കൊടുത്തത്. നമ്മളൊന്നും ബ്ലോക്ക് ചെയ്തില്ല, നമുക്ക് പലപ്പോഴും അതിനെക്കുറിച്ച് അറിയത്തുമില്ല. അപ്പോൾ ഇതിങ്ങനെ ഒരു മാലിന്യം കുത്തൊഴുക്ക് പോലെ നമ്മുടെ ഈ സ്മാർട്ട് ഫോണിലേക്ക് വന്നിറങ്ങുന്നു. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഫേസ്ബുക്കിൽ ഏതെങ്കിലും ഒരു സാധനം ഉപയോഗിക്കുകയാണെങ്കിൽ നിരന്തരമായി ആ സാധനം തന്നെ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങളിപ്പോൾ ഇവിടുത്തെ ജോയി ആലുക്കാസിൻ്റെ സ്ഥാപനത്തിൻ്റെ മുന്നിലൂടെ പോകുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ഡയമണ്ട് അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും സംസാരിച്ചാൽ മതി ഫോണിൽ, ഇന്ന ഒരു ഡയമണ്ട് ഉണ്ട്, അതെനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ജോയി ആലുക്കാസിൻ്റെ കടയുടെ മുന്നിൽ ചെല്ലുമ്പോൾ നമുക്ക് സന്ദേശങ്ങൾ വരും AI ഉപയോഗിച്ച്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡയമണ്ട് ജോയി ആലുക്കാസിലുണ്ട്, കയറിക്കൊള്ളാൻ പറയും. അപ്പോൾ ഈ AIയുടെ സാധ്യത അത്ര കൂടുതലുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ശാസ്ത്ര സാധ്യതകളെല്ലാം ഈ വ്യാപാരികൾ, അന്തർദേശീയ നെറ്റ്വർക്കുള്ള ഈ വ്യാപാരികൾ ശരിക്കും ഉപയോഗിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇപ്പോൾ തന്നെ ടാൻസാനിയ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് ഉള്ള ഒരു വിദ്യാർത്ഥിയെയും നമ്മുടെ പോലീസ് പുറത്തുപോയി സാഹസികമായി പിടികൂടിക്കൊണ്ടുവന്നു.
അവിടെ പോയ ജാർഖണ്ഡിൽ പോയൊരു പോലീസ് സേന എന്നോട് പറഞ്ഞത്, ജാർഖണ്ഡ് പോലെ ഒരു സംസ്ഥാനത്തൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ സഹായമില്ലാതെ നമുക്കിവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കയറി യുവമാരെ പിടിക്കാനാണ് നമ്മൾ വന്നതെന്ന് പറയുമ്പോൾ തന്നെ ഒരു പോലീസുകാരൻ വിളിച്ചു പറയും, കേരളത്തിൽ നിന്ന് പോലീസുകാർ വന്നിട്ടുണ്ട്, മാറിക്കൊള്ളാൻ പറയും, പിന്നെ പിടിക്കാൻ പറ്റത്തില്ല. അതല്ല, ഈ പോലീസ് സ്റ്റേഷനെ വെട്ടിച്ച് നമ്മൾ ഇതിൻ്റെ അകത്തുള്ളിൽ പോയാൽ ഈ പോലീസുകാർ പറഞ്ഞത് ജീവൻ പടയം വെച്ച് നമ്മളതിൻ്റെ ഉള്ളിൽ കടന്നാൽ ഒരു വലിയ സംഘം ആളുകൾ വടിയും തടിയും പിച്ചാത്തിയായിട്ട് നമ്മളെ അറസ്റ്റ് ചെയ്യും. ഇന്ത്യൻ മിലിറ്ററി വിചാരിച്ചാൽ മാത്രമേ ഇവൻ്റെയൊക്കെ ഗ്രാമങ്ങൾ റെയ്ഡ് ചെയ്യാൻ പറ്റൂ. അത്ര ശക്തന്മാരാണ് ഈ മാഫിയ സംഘങ്ങൾ. വിദേശ നാടുകളിലിരുന്ന് നമ്മുടെ കുട്ടികളെ കുരുതി കൊടുക്കുന്നൊരു വലിയ സംഘമുണ്ട്. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റും. ഇവനൊന്നും നമ്മുടെ സംസ്ഥാനത്തേക്ക് കടക്കാതിരിക്കാൻ കാവലാളെ പോലെ നമുക്ക് ജനങ്ങൾക്ക് നിൽക്കാൻ കഴിയും. നമ്മുടെ സംസ്ഥാനത്തേക്ക് കടക്കരുത് എന്ന് കർക്കശമായ താക്കീത് ചെയ്ത് നമുക്ക് അവരെ പറഞ്ഞയക്കാൻ കഴിയും. നമ്മുടെ സംസ്ഥാനത്തകത്തുണ്ടെങ്കിൽ നമ്മൾ കത്തി താഴെയിടാൻ പറയുന്നത് പോലെ ഈ ലഹരി വ്യാപനം നടത്തുന്ന കവറുകൾ നിങ്ങൾ താഴെയിട്ട് കത്തിച്ച് കളയാൻ നമുക്ക് ആവശ്യപ്പെടാൻ പറ്റും. ഞാനൊന്നേ പറയുന്നുള്ളൂ, നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഒന്നിച്ച്, എനിക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് വിരോധമോ കൂറോ ഇല്ല, താല്പര്യരാഹിത്യവും ഇല്ല. ഞാനൊരു മാധ്യമപ്രവർത്തകനാണ്. മാത്രമല്ല, ഞാൻ ഈ മാഫിയ സംഘങ്ങൾ, ചില ആളുകളൊക്കെ എന്നോട് ഈ കമൻറ്റിൽ ബോക്സിലൊക്കെ തന്നെ വന്നിട്ട് എന്നോട് സ്നേഹമുള്ള ചില പ്രേക്ഷകരൊക്കെ പറയും, നിങ്ങൾ ശ്രദ്ധിക്കണം, ചിലപ്പോൾ അവർ തല വെട്ടിക്കളയും. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഈ മാഫിയ സംഘം വിചാരിച്ചാൽ 1 മിനിറ്റ് കൊണ്ട് തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റും. കാര്യം അത്ര കൂടുതൽ മിസൈലുകൾ അടിച്ച് നമ്മളെ തകർക്കാൻ പറ്റുന്ന ആളുകളാണ് ഈ കരുത്തന്മാരാണ് ഇവർ. അതേസമയം ഇതേക്കാളും അപകടകാരികളായ മലയാളികൾ ഏജന്റന്മാരും ഈ നാട്ടിലുണ്ട്. ഇവരെ പിടികൂടാൻ പോലീസ് സേന, എനിക്ക് തോന്നുന്നത് ഈ പ്രചാരണ പരിപാടികളിൽ നിന്ന് പോലീസ് സേന പിൻവാങ്ങുകയും അവർ പോലീസിങ് നടത്തുകയും പ്രചാരണ പരിപാടികൾ പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയും വേണം. എക്സൈസിനും പോലീസിങ് ചെയ്താൽ മതി. കാരണം ഇവരെ പിടിക്കാനുള്ള നിയമപരമായ അധികാരം ജനങ്ങൾക്കില്ലാത്തിടത്തോളം കാലം പോലീസിങ് പ്രചാരണ പരിപാടികൾ സന്നദ്ധ സംഘടനകൾക്കും പൊതുജനങ്ങൾക്കും പൊതുപ്രവർത്തകർക്കും വിട്ടുകൊടുക്കട്ടെ. മാത്രമല്ല, ഇതൊരു സംഘടിത യജ്ഞത്തിലൂടെ സംസ്ഥാന സർക്കാരിന് മാത്രമേ ഇതിന് നേതൃത്വം കൊടുക്കാൻ പറ്റൂ. നമ്മളിത് ഇത്രയധികം കാര്യങ്ങൾ സംസ്ഥാനത്ത് നടക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താനല്ലാതെ നമുക്ക് മറ്റൊരു വഴിയുമില്ല. അപ്പം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ കുട്ടികളുടെ മനോനില തെറ്റിക്കുന്ന, നമ്മുടെ കുട്ടികളെ മനോരോഗികളാക്കി മാറ്റുന്ന കുരുന്നുകൾക്ക് ഏറ്റവും വലിയ ആവേശമെന്ന് ആദ്യ ഘട്ടത്തിൽ തോന്നുകയും എന്നാൽ വളരെ അകാലത്തിലെ തന്നെ മനോരോഗം പിടിപെടാനുള്ള കാര്യത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഈ മാരക വിപത്തിനെ നമ്മൾ സർവ്വശക്തിയും എടുത്ത് തടയാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല. കാരണം കേരളം കണ്ട കോവിഡ് അല്ല ഇത്. കോവിഡ് വൈറസിന് പോലും കാരുണ്യം ഉണ്ടായിരുന്നു നമ്മുടെ കാര്യത്തിൽ. അത്തരം പോലും ഒരു കൊറോണ വൈറസിന് പോലും ഇല്ലാത്ത രീതിയിലുള്ള ക്രൗര്യവും ക്രൂരതയും മനുഷ്യരാഹിത്യവും ഈ പറയുന്ന ഏജന്റന്മാർക്കുണ്ട്. അവർക്ക് പണം ഉണ്ടാക്കണം. ഈ സമൂഹത്തിന് എന്ത് സംഭവിച്ചാലും ഇവർക്ക് പണം ഉണ്ടാക്കണം. അങ്ങനെയുള്ള വൃത്തികെട്ട ശക്തികളുടെ നാരായ വേരറുത്ത് വീഴ്ത്താൻ നമ്മൾ മലയാളികൾ ഒന്നടങ്കം തയ്യാറാകണം. ഞാൻ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത്, ഈ പരിപാടിക്ക് ഇറങ്ങിയപ്പോൾ അമ്മമാർ ചൂലെടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അധ്യാപകർ ചൂരലെടുക്കണം, അമ്മമാർ ചൂലെടുക്കണം. കാര്യം അമ്മമാർക്ക് ഈ മാലിന്യങ്ങൾ അടിച്ചു വാരാനുള്ള ഉത്തരവാദിത്വമുണ്ട്. കാരണം ഒരു മകനെയോ മകളെയോ ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്നത് അമ്മയ്ക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അച്ഛനേക്കാളും. കാര്യം അമ്മ അവൻ്റെ കൈ വളരുന്നതും കാല് വളരുന്നതും കണ്ടാണ് കാലം കഴിക്കുന്നത്. അപ്പോൾ ഈ മകനിലുണ്ടായിരിക്കുന്ന മാറ്റം പെട്ടെന്ന് നമ്മുടെ കുട്ടിയായതുകൊണ്ട് മാനക്കേട് കൊണ്ട് നമ്മൾ പുറത്ത് പറയും. ഇത് മാനക്കേടിൻ്റെ പ്രശ്നമല്ല. ഒരാളുടെ മനോനില തകർന്നാൽ നിങ്ങൾ എത്ര പൊതിഞ്ഞു വെച്ചാലും നാളെ അത് പുറത്തു വരും. ഇവിടെയാണ് നമ്മൾ അയൽവാസിക്കെതിരെ കൊട്ടിയടച്ച വാതിൽ തുറന്നിടണമെന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾക്കൊരു വിഷയമുണ്ടെങ്കിൽ നിങ്ങൾ മാത്രം ചർച്ച ചെയ്ത് ഒരിക്കലൊരു കൂട്ട ആത്മഹത്യയിലേക്ക് പോകുന്നതിന് പകരം കുടുംബത്തിൻ്റെ അയലത്തൊരാളുണ്ടാകും, വിവരമുള്ള ഒരാൾ ചിലപ്പോൾ അവിടെ താമസം ഉണ്ടാകും, അയാളോട് പറയണം, ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമാണ്, ഒരു അതിശക്തമായൊരു വിഷയത്തിലൂടെ കടന്നു പോവുകയാണെന്ന് പറഞ്ഞാൽ അവർ നിർദ്ദേശിക്കും. പണ്ടൊക്കെ എന്തായിരുന്നു, നമ്മുടെ അയലത്തുള്ള ആളുകൾ നമ്മുടെ വീട്ടിലൊരു നിലവിളി കേട്ടാൽ കയറി വരില്ലായിരുന്നു. ഇന്ന് ആരെങ്കിലും വീട്ടിൽ കയറുമോ? ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു വീട്ടിലേക്ക് ഞാൻ കയറി ചെല്ലുമ്പോഴോ അവരിങ്ങനെ ബെല്ലടിച്ചപ്പോൾ കുറ്റിയെടുത്തു, കതക് തുറന്നു, എന്നിട്ട് വാതിലെ പിടിച്ചുകൊണ്ട് നിൽക്കുക. എന്നുവെച്ചാൽ നമ്മൾ സാധാരണഗതിയിൽ ഒരു ആതിഥ്യ മര്യാദ ഉണ്ടെങ്കിൽ കയറിയിരിക്കൂ എന്നല്ലേ. കാര്യം അവർ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അകത്തോട്ട് ഒരു വാചകം അടിച്ചാൽ അവർക്ക് മോഹൻലാലിൻ്റെ സിനിമ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു കുറ്റി പിടിച്ചോണ്ട് അപ്പോൾ എന്നെയാണെങ്കിൽ ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ വിളിച്ചതായിരുന്നു അവർ. അപ്പോൾ ഞാൻ അണ്ടി കളഞ്ഞ അണ്ണാൻ്റെ കൂട്ട് തിരിച്ചങ്ങ് പോയി. കാര്യം ഇവർ കുറ്റി പിടിച്ചുകൊണ്ട് നിൽക്കുക ഇയാളെ പോയിട്ട് ഇടാനായിട്ട്. മലയാളിയുടെ ആതിഥ്യ മര്യാദ ഇങ്ങനെയും ആയിരുന്നില്ല. കാര്യം മലയാളി 1 കിലോമീറ്റർ ദൂരത്തിൽ ഒരാളെ കണ്ടാൽ തന്നെ എടുത്തുകൊണ്ട് വന്ന് വീട്ടിനകത്ത് കയറ്റിയിരുത്തി ഒരു ചായയും കൊടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വിടുന്ന ഒരാളായിരുന്നു. മലയാളി എവിടെയോ വെച്ചിട്ട് മലയാളിയുടെ ഒരു കേന്ദ്രീകൃത ഭാവം തീർത്ത് മാറിപ്പോയി. നമ്മുടെ ഇതിൻ്റെ ഉപോൽപ്പന്നമാണ് ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന കാര്യം. നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ പിതാവിന് എന്തെങ്കിലും ഒരു അസുഖം വന്ന് ആശുപത്രി കിടന്നാൽ ആശുപത്രി നിൽക്കാൻ ആളില്ല. എന്താണ് ഉണ്ടായത്? കുട്ടികൾ സമൂഹത്തിൽ കുറഞ്ഞത് മാത്രമല്ല, നമുക്ക് ആരോടും ചങ്ങാത്തമില്ല. വല്ലാത്ത ഒരു അവനവനിസം, സ്വാർത്ഥത.
തിരുവല്ല ബസ് സ്റ്റാൻഡിൽ കണ്ടുമുട്ടുന്ന ഒരു യാത്രക്കാരനെ പോലെയാണ് നമ്മുടെ മനോഭാവം. എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ കുഞ്ഞിനും കുഴപ്പമൊന്നുമില്ലെങ്കിൽ അവൻ ആറ്റിച്ചാടി ചത്താലും കുഴപ്പമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു അപനമിനിസം നമ്മളിലേക്ക് കടന്നു കയറി. ഇതൊക്കെ നമ്മളെ പ്രകൃതി പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. സമൂഹത്തെ ഗ്രസിക്കുന്ന ഒരു വലിയ മാരക വിപത്തിനെ നേരിടാൻ നിങ്ങൾക്കൊറ്റയ്ക്ക് കരുത്ത് കാണില്ല, ഉറപ്പ്. നിങ്ങൾക്കൊറ്റയ്ക്ക് അത് ചെയ്യാൻ കഴിയില്ല. കാര്യം നിങ്ങളോട് എതിർക്കാൻ വരുന്ന ശക്തികൾ അന്തർദേശീയ മാഫിയ ശൃംഖലയാണ്. അവൻ്റെ കരുത്തിനെ നിങ്ങൾ അണ്ടർറേറ്റ് ചെയ്യാൻ പാടില്ല. അവൻ്റെ ശൃംഖലയോട് നിങ്ങൾക്ക് ഒരു ചെറുവിരൽ അനക്കാൻ പോലും കഴിയില്ല. കഴിയണമെങ്കിൽ സംഘബലം ഉണ്ടാകണം, സംഘടിത ശക്തി ഉണ്ടാകണം. മലയാളികൾക്കതുണ്ട്. പ്രളയം വന്നപ്പോൾ നമ്മൾ തെളിയിച്ചു. 2 തവണ പ്രളയം വന്ന് വിഴുങ്ങിയവരാണ് നമ്മൾ. അന്ന് നമ്മളത് തെളിയിച്ചു. കോവിഡ് കാലം 20 മാസം ഉണ്ടായിരുന്നു, അവിടെയും നമ്മൾ പ്രതിരോധിച്ചവരാണ്. നമുക്കതിന് കഴിയും, മലയാളികൾക്ക് കഴിയും. ഇപ്പോൾ നമ്മൾ ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില ഒരുപക്ഷെ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയാത്ത രീതിയിലുള്ള വിലയായിരിക്കും. വാർത്താമുറിയിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ 15 കൊലപാതകങ്ങൾ വരുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് 12 കൊലപാതകമാക്കി പ്രക്ഷേപണം ചെയ്യുന്നവരാണ് നമ്മൾ. കാരണം ജനങ്ങൾക്ക് ആശങ്ക വളർത്തി അവരെ സങ്കടപ്പെടുത്താൻ പാടില്ല എന്ന ധാരണ. ഇന്ന് ഞാൻ കരുതുന്നത് യഥാർത്ഥ കാര്യങ്ങൾ ജനങ്ങളോട് തുറന്ന് പറയണമെന്ന് തന്നെയാണ്. മറച്ചു വെച്ചത് കൊണ്ടാണ് നമ്മൾ ഈ മനോദല തെറ്റിയ ഒരു ജനസമൂഹത്തെ അഡ്രസ്സ് ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് തിരുവല്ലയിലുള്ള പ്രിയപ്പെട്ടവരോടെല്ലാം പറയാനുള്ളത്, തിരുമനസ്സൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ആ തിരുമനസിനെ പോലെ ബൈബിൾ വായിക്കുകയും വിശുദ്ധിയുടെ വഴികളിലൂടെ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ എനിക്ക് ചുറ്റും ഇരിപ്പുണ്ട്. അപ്പം നിങ്ങൾ കുറച്ചുകൂടി ആഴത്തിൽ ഈ കാര്യം അന്വേഷിച്ചാൽ, എക്സ്പെർട്ടുകളോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ആശങ്കപ്പെടുത്തുന്ന, അമ്മമാർക്ക് ആളലുണ്ടാക്കുന്ന, നെഞ്ചിൽ വല്ലാത്ത വേദന ഉണ്ടാക്കുന്ന, ഉറങ്ങാൻ കഴിയാത്ത സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. നമ്മുടെ പള്ളിക്കൂടങ്ങൾ, ഞാൻ പറയുന്നത് വളരെ പെട്ടെന്നൊരു കാര്യം പറഞ്ഞാൽ, ഒരു ക്ലാസ് മുറിയിൽ 40 കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ ആ 40 കുട്ടികളെ സംരക്ഷിക്കാനുള്ള 3 അംഗ കമ്മിറ്റി അവിടെ തന്നെ ഉണ്ടാക്കണം. അധ്യാപകനും അതുപോലെ വിദ്യാർത്ഥി സംഘടനക്കാരും PTA ആളും കൂടെ ചേർന്ന് ആ ക്ലാസ് സംരക്ഷിക്കണം. അങ്ങനെ എല്ലാ സ്കൂളുകളിലും ഒരു സംരക്ഷണ ഭിത്തി മനസ്സിൽ കെട്ടി ഉയർത്താൻ കഴിയുകയാണെങ്കിൽ ഈ മറ്റുള്ള കാര്യം പോലീസ് നോക്കിക്കോളൂ. ഇവൻ്റെ ഉറവിടങ്ങളിലേക്ക് പോയി നമ്മുടെ പോലീസ് സംവിധാനത്തിൻ്റെ കരുത്തും കാർക്കശ്യവും എടുത്ത് ഈ ഉറവിടങ്ങളിൽ പോയി അത് തകർത്ത് തരിപ്പണമാക്കാൻ നമ്മുടെ സേനയ്ക്ക് കഴിയും. മറ്റുള്ള കാര്യങ്ങൾ നമുക്കേ ചെയ്യാൻ പറ്റൂ. മുഖ്യമന്ത്രി അതിൽ വലിയ താല്പര്യമെടുക്കുന്നുണ്ടെന്ന് പറയാൻ എനിക്ക് യാതൊരു വിഷമവുമില്ല. കാരണം അദ്ദേഹം വളരെ ഫോക്കസ്ഡ് ആയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ പൊതുപ്രവർത്തകർ എത്ര ആളുകൾ ഇപ്പോൾ ഈ പ്രശ്നത്തെ ഗൗരവമായി കാണുന്നു. ഇറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. മുഖ്യമന്ത്രി ഒരിക്കൽ നമ്മളോട് ചോദിച്ചാണ്, നമ്മളങ്ങോട്ടൊക്കെ ഇറങ്ങുകയല്ലേ എന്നാണ് ചോദിച്ചത്. പ്രളയം വന്നപ്പോഴാണ് അദ്ദേഹം ഈ കാര്യം ചോദിച്ചത്. പ്രതിപക്ഷ നേതാവും എന്നോട് പറഞ്ഞു, ഒരു അഭിമുഖത്തിൽ നമ്മോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും ഇത് കരുത്തോടെ നേരിടേണ്ട പ്രശ്നമാണ്. നമ്മൾ പലപ്പോഴും ഈ യാഥാർത്ഥ്യം പുറത്തു വരാത്തത് കൊണ്ട് നമ്മുടെ പൊതുപ്രവർത്തകരിൽ എത്രമാത്രം ഈ പ്രശ്നം ആഴത്തിൽ നമ്മളെ ബാധിക്കുന്നു എന്നറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാനും പോലും ഈ ഒരു യാത്രയ്ക്ക് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഇതൊരു നിസ്സാര പ്രശ്നമായിട്ട് ഞാൻ കാണുമായിരുന്നുള്ളൂ. കാരണം പള്ളിക്കൂടങ്ങളിലേക്ക് പോയി നമ്മൾ സ്കൂൾ മാനേജരോട് സംസാരിച്ചാൽ ഒരിക്കലും അവരിതൊന്നും നമ്മോട് പുറത്ത് പറയില്ല, നമുക്കറിയാനും സാധ്യതയില്ല. എന്നാൽ നമ്മുടെ കുട്ടികൾ വളരെ വേഗത്തിൽ ഇത്തരം, നിങ്ങൾക്കറിയാം, വാട്സപ്പും അതുപോലുള്ള കൂട്ടായ്മകളൊക്കെ തന്നെ കുട്ടികളെ വഴിതെറ്റിക്കാൻ വലിയ സാധ്യതയുള്ളൂ. അതിൻ്റെ ശാസ്ത്ര സാധ്യതകൾ പടിഞ്ഞാറുള്ള നാട്ടുകാർ ഉപയോഗിച്ചപ്പോൾ അതിൻ്റെ അശാസ്ത്രീയ വഴികളിലൂടെ, കുറുക്ക് വഴികളിലൂടെ കുട്ടികളെ തന്നെ നശിപ്പിക്കുന്ന വഴികൾ കണ്ടെത്തുകയാണ്. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്കിങ്ങനെ നോക്കിയിരിക്കാൻ പറ്റുമോ? നമ്മുടെ ജനറേഷൻ, നമ്മുടെ പുതിയതായിട്ട് വരുന്ന പുതിയ കുട്ടികൾ, അവരാണ് നമ്മുടെ നാടിൻ്റെ കരുത്ത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഇത് നമ്മൾ നടത്താൻ പോകുന്ന ഈ 14 ജില്ലകളിലൂടെ നമ്മൾ കടക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം ഞാൻ ഉറപ്പു തരാം, എത്ര വലിയ ഭീഷണികൾ വന്നാലും, ഏതെല്ലാം മാഫിയ ശൃംഖലകൾ എൻ്റെ വഴി മുടക്കാൻ ശ്രമിച്ചാലും, ഈ 14 ജില്ലകളിൽ നമ്മൾ പര്യടനം പൂർത്തിയാക്കുന്നത് മാത്രമല്ല, കേരളത്തിൽ MDMA വിൽക്കുന്ന അവസാനത്തെ ആളും സംസ്ഥാനം വിട്ടുപോകുന്നു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് 24 വിശ്രമിക്കൂ. കാരണം ഇതൊരു ചരിത്ര ദൗത്യമായിട്ട് ഞാൻ ഏറ്റെടുക്കുന്നു. മാത്രമല്ല, ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതത്തിൽ ഒരു അവതാര ലക്ഷ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോ ആളിനും ഒരു അവതാര ലക്ഷ്യമുണ്ട് ഈ മണ്ണിൽ പിറവിയെടുക്കുമ്പോൾ. ഞാൻ വിചാരിച്ചു ഈ 24 നടത്തുന്നതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവതാര ലക്ഷ്യം എന്നായിരുന്നു ഞാൻ ധരിച്ചിരുന്നത്. ഈ ഒരു പ്രശ്നത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എനിക്കും എൻ്റെ സഹപ്രവർത്തകരായി വന്നിട്ടുള്ള സ്മിതയ്ക്കും അനുജ രാജേഷിനും ഒക്കെ തോന്നുന്ന ഒരു കാര്യം, ഇതൊരു ചരിത്ര ദൗത്യമാണ്. മറ്റൊരു കക്ഷി രാഷ്ട്രീയക്കാരനോ മതസൗഹാർദ്ദം നടത്തുന്ന ഒരാളിനോ മതമേധാവിക്കോ മതമേലധ്യക്ഷന്മാർക്കോ ചെയ്യാൻ കഴിയാത്ത കാര്യം ഒരു മാധ്യമത്തിന് ചെയ്യാൻ കഴിയും, സ്വതന്ത്രമായി നിൽക്കുകയാണെങ്കിൽ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ആര് എന്തൊക്കെ ആരോപണങ്ങൾ സോഷ്യൽ മീഡിയ വഴി എടുത്തു വിട്ടാലും അതൊക്കെ ഞാൻ യഥാർത്ഥത്തിൽ നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ, ഈ സോഷ്യൽ മീഡിയയിൽ 1-2 വിമർശനങ്ങൾ വന്നാൽ നിങ്ങളാരും തളർന്നു പോകരുത്. 2.5 കൊല്ലക്കാലം സോഷ്യൽ മീഡിയ സ്വിച്ച് ഓഫ് ചെയ്ത ഒരാളാണ് പറയുന്നത്. ഞാൻ ആദ്യം കരുതി സോഷ്യൽ മീഡിയയിൽ വരുന്ന ഈ സന്ദേശങ്ങളൊക്കെ വായിച്ച് ആളുകൾ നമ്മളെക്കുറിച്ച് ധാരണാപേക്ഷ അങ്ങനെയല്ല. ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ ആരോപണങ്ങളും കൂടെ 25,000 പേര് കള്ളപ്പേരിൽ എഴുതി ഉണ്ടാക്കുന്നതാണ് മിക്കവരും. ഈ 25,000 പേർക്കപ്പുറം ഒരു 3.5 കോടി മനുഷ്യർ നിൽപ്പുണ്ട്. അവരിലാണ് നമ്മുടെ ഒരു സ്ഥാനം.
അവർ നമ്മളെ തള്ളിപ്പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതം പോയി. ഒരു മാധ്യമപ്രവർത്തനം അത്രയേ ഉള്ളൂ. ഈ ഫ്രണ്ടിൽ നിന്ന് ഈ കുത്തി നമ്മുടെ കരൾ തുറന്ന് കയറി വിമർശനങ്ങൾ നടത്തുകയും നമ്മുടെ നല്ല വഴികളിൽ കാരമുള്ളുകൾ വിതറുകയും ചെയ്യുന്ന ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഈ ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരല്ല ഈ സമൂഹത്തിൻ്റെ ചാലകശക്തിയായി മാറേണ്ടത്. ഈ സമൂഹത്തിനെ നന്മയുടെ വെളിച്ചം വിതറി മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന മാധ്യമപ്രവർത്തകരായിരിക്കണം ഈ സമൂഹത്തിൻ്റെ വെളിച്ചം. ചരിത്രത്തിൻ്റെ ഒരു മൂവിങ് ഫോഴ്സ് എന്ന് പറയുന്നത്, ചരിത്രത്തിൻ്റെ ഒരു ചാലക ശക്തി എന്ന് പറയുന്നത് നന്മ നിറഞ്ഞ മനസ്സായിരിക്കണമെന്ന് കരുതുന്ന ആളാണ് ഞാൻ. അന്യരോട് കരുണ കാണിക്കാനുള്ള വായ്പ നമുക്കുണ്ടാകണം. ആ കരുണയുടെ നീർത്തടങ്ങളിൽ ചവിട്ടി നിന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ ഒരു യജ്ഞം നമ്മൾ 90 ദിവസങ്ങൾക്കപ്പുറം വിട്ടുപോയാൽ നമ്മൾ കനത്ത വില കൊടുക്കേണ്ടി വരുന്നൊരു മഹാവിപത്തിൻ്റെ അറുതിയിൽ നമ്മൾ വല്ലാതെ പെട്ടുപോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് അണിചേരാം. നമ്മുടെ കേരളത്തിൽ ഇത്തരം വ്യാപനങ്ങൾ, ലഹരി മരുന്നുകൾ, ഡ്രഗുകൾ അതെല്ലാം നമ്മൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ ഈ 70 കൊലപാതകം 2 മാസം കൊണ്ട് നടന്നെങ്കിൽ 7 കൊലപാതകമായത് കുറച്ച് കൊണ്ടുവരാൻ കഴിയും. കാരണം ഇപ്പോഴെന്ന് വെച്ചാൽ ബന്ധുക്കൾക്കൊന്നും ഒരു പ്രശ്നമല്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് കത്തി കയറ്റുക എന്ന് പറയുന്നൊരു സംഭവമാണ്. എന്തുകൊണ്ടാണത്? ഈ ലഹരി തന്നെയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. കാര്യം അമ്മയെന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു പ്രസ്ഥാനമല്ലേ. അമ്മയെപ്പോലും ഫിനോമിനൻ ഈ ലോകത്തുണ്ടോ? ആ പ്രതിഭാസത്തിൻ്റെ നെഞ്ചിലാണ് നമ്മൾ കത്തി കുത്തി ഇറക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം, നമ്മൾ ഒരേ സ്വരത്തിൽ, ഒരേ ശക്തിയിൽ, ഒരേ പ്രചാരണത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു. ഞാൻ ഒരു കാര്യം പറയാം, 24 നിരന്തരമായി നമ്മളിപ്പോൾ കഴിഞ്ഞ 6 ദിവസങ്ങളായി കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഈ പ്രചാരണ വേലയുടെ ശക്തി കൊണ്ടാണോ എന്നറിയില്ല, കേരളത്തിൽ റെയ്ഡ് അസാമാന്യമായ രീതിയിൽ കൂടിയിട്ടുണ്ട്. മിക്ക സ്ഥലങ്ങളിലും റെയ്ഡ്. ഇന്നും കൂടി MDMA ഒരുത്തിൻ്റെ വയറ്റിൽ പെട്ടുപോയിട്ടുണ്ട്. നേരത്തെ താമരശ്ശേരി, കോഴിക്കോട്ട് ഒരാൾ പോലീസിനെ കണ്ട് ഭയന്നിട്ട് MDMAയുടെ കവറെടുത്ത് വിഴുങ്ങി ആമാശയത്തിൽ കിടന്നത് പൊട്ടി അവൻ കാഞ്ഞുപോയി. ജീവിതത്തിൽ പണം ഉണ്ടാക്കാനുള്ള സ്വാർത്ഥ വഴികൾ സ്വീകരിച്ച് ഒരുത്തൻ അവൻ്റെ സ്വന്തം ജീവിതം തന്നെ തകർത്ത് കളഞ്ഞു. ഇന്നും ഉണ്ടായിട്ടുണ്ട് MDA പിഴുങ്ങിയ ഒരു കാർ. ഇന്നൊരു സ്ത്രീ സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ച് വെച്ച് MDMA കടത്താൻ ശ്രമിച്ചു. ഇങ്ങനെയുള്ള വാർത്തകൾ വരും. മനുഷ്യ ശരീരം കർത്താവ് ഉണ്ടാക്കിയപ്പോൾ ഒരിക്കലും കർത്താവ് വിചാരിക്കാത്ത സ്ഥലത്തൊക്കെയാണ് ഇപ്പോൾ MDMA കൊണ്ട് കുത്തിവെക്കുക. കർത്താവ് ബോധം കെട്ട് വീഴുന്ന കാലമായത്. കർത്താവ് വിചാരിക്കും ഇങ്ങനെ മനുഷ്യരുണ്ടോ ലോകത്ത്? കർത്താവ് ഇങ്ങോട്ട് വന്നാൽ കേരളം കണ്ടപ്പോൾ തിരിച്ചു പോകും. മാത്രമല്ല, ഒരു കാര്യം കൂടി നിങ്ങളെ ഓർപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ ഒരു പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഈ അടുത്തിടെ ഞാൻ ഈ പത്തനംതിട്ടയിലെ മുസ്ലിയാർ കോളേജിൽ പോയപ്പോൾ അതിൻ്റെ ചെയർമാൻ നടത്തിയ പ്രസംഗത്തിൻ്റെ ഇടയിൽ വീണു കിട്ടിയ ഒരു വാചകം എന്നെ വല്ലാതെ തളർത്തി. അദ്ദേഹത്തിനത് മനസ്സിലായി കാണില്ല. ആ വാചകത്തിൽ അദ്ദേഹം പറയുന്നത്, ഹിന്ദു പത്രത്തിൽ 8 കോളത്തിൽ അദ്ദേഹം ഒരു ടൈറ്റിൽ വായിച്ചു എന്നാണ് പറയുന്നത്. അതിനകത്ത് കേരളം ഇന്ത്യയുടെ ട്രക്ക് ക്യാപിറ്റലാണ് എന്ന് എഴുതിയിരിക്കുകയാണ് ടൈറ്റിൽ. നിങ്ങൾ ആലോചിക്കുക, ടൂറിസം കൊണ്ടും IT കൊണ്ടും രക്ഷപ്പെട്ടു പോകുന്ന ഒരു പച്ചപ്പുള്ള മണ്ണാണ് നമ്മുടെ കേരളത്തിൻ്റേത്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഇങ്ങോട്ട് വരിക? ഈ ട്രക്ക് ഒഴുകുന്ന ഒരു മണ്ണാണ് കേരളം എന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വാസത്തോടെ ടിക്കറ്റ് എടുത്ത് ഫ്ലൈറ്റ് കയറി ഇങ്ങോട്ട് വരിക? വരാൻ ആളുകൾ മടിക്കും. മാത്രമല്ല, കേരളം എന്ന് പറയുന്ന ഒരുപാട് സംശുദ്ധിയുള്ള ഒരുപാട് നല്ല മനുഷ്യർ ജീവിക്കുന്ന ഈ മണ്ണിനെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യാജ ലഹരിയുടെ ആസ്ഥാനം, അതിൻ്റെ തലസ്ഥാനമാണ് എന്ന് പറയുന്നൊരിടത്ത് ഒരു ഇംഗ്ലീഷ് പത്രം 8 കോളത്തിൽ ടൈറ്റിൽ എഴുതുകയാണെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ഖ്യാതിക്കും പ്രശസ്തിക്കും അതിൻ്റെ നാരായ പേരിൻ്റെ കടക്കൽ അത് കത്തിവെക്കും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാകില്ലല്ലോ. അത്തരമൊരു പേര് നമുക്ക് വീഴാൻ പാടില്ല. ഇപ്പോഴും അത് വളരെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമുക്ക് ആശ്വാസപ്പെടുന്ന കാര്യമാണ്. പക്ഷേ ഇനി അമാന്തം പാടില്ല, നമ്മൾ താമസിക്കാൻ പാടില്ല. നമ്മൾ ഒരേ സ്വരത്തിൽ, ഒരേ വിചാരത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു. ഈ സംസ്ഥാനത്ത്, ഈ കേരളത്തിൽ ഇത്തരം ആഭാസങ്ങൾ വെച്ചു പൊറുപ്പിക്കില്ല എന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്യണം. ഗുഡ് ബൈ.